പുണ്യത്തോടൊപ്പം പാപം ഇരിപ്പുണ്ട്. അല്പമാത്രമായെങ്കിലും പാപം പൂർണ്ണമായി മാറിയൊരു കർമ്മമില്ല. ഗീതാകാരൻ ഇത് വളരെ ഭംഗിയായിട്ട് പറയും. എപ്രകാരമാണോ തീക്ക് പുകയുള്ളത്, അത് കുറഞ്ഞും കൂടിയിരിക്കുമെന്നേ ഉള്ളൂ. നല്ലോണം തുടങ്ങിയ വിറകായാലും പുകയുണ്ട്, പക്ഷെ അത് അല്പമായിരിക്കും. അപ്പോ എന്ന് പറഞ്ഞ പോലെ ഇതിലെല്ലാം പുണ്യപാപങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഞാൻ പറഞ്ഞപ്പോ ഞാനിതൊന്നും ഉദ്ദേശിച്ചില്ല. ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. പതഞ്ജലിയായിട്ട് ഇതിന് ബന്ധമില്ല. അതുകൊണ്ട് നിങ്ങളാരും ചെയ്യണ്ടാന്നോ ഒന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. അങ്ങനെ കേട്ട പോലെ തോന്നി ആ സംശയം ചോദിച്ചപ്പോ, അതുകൊണ്ട് പറഞ്ഞു തന്നതാണ്. കാരണം സ്വാമിജി പറഞ്ഞു വരുന്നത് അപ്പൊ ഇതൊക്കെ അനാവശ്യമാണെന്നാണോ? അല്ല, ഞാൻ പറയാത്തതൊക്കെ എന്റെ ശ്രോതാക്കൾ കേൾക്കും. അതിന് ഉത്തരവാദിത്തം. ഇവിടെ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് ഇനി മുന്നോട്ട് എങ്ങനെ കേൾക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറയാത്തതൊക്കെ കേൾക്കുന്നത് എന്റെ വാക്കുകൾക്ക് വരികൾക്കിടയിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഇഷ്ടം പോലെ ഇടയുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്കിടയില്ലെങ്കിൽ ഞാനും നിങ്ങളുമായി സംഭാഷണം ചെയ്തിട്ട് കാര്യമില്ല. ശ്രോതാക്കൾക്ക് ഇടയ്ക്ക് വായിക്കാൻ ധാരാളം സ്പേസ് എന്റെ വചനങ്ങൾക്കിടയിൽ ഉണ്ടാവുക സ്വാഭാവികമാണ്. നിങ്ങൾ എങ്ങനെ വായിക്കുന്നുവോ അതാണ് ശരി. ഇഷ്ടംപോലെ സ്പേസ് ഇട്ടിട്ടാണ് ക്ലാസ്സിൽ ഞാൻ മുന്നോട്ട് പോവുക. അത് എല്ലാം ക്ലിയർ ചെയ്ത് പോരല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആ സ്പേസിലെല്ലാം കയറിക്കൂടാം. അപ്പൊ ആ ചോദ്യത്തിന് ഞാൻ അത്ര ഉദ്ദേശിച്ചില്ല. ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, പതഞ്ജലിയുമായി അതിന് ബന്ധമില്ല. പതഞ്ജലം ഇങ്ങനെയാണ് പറയുന്നത് അഷ്ടാംഗയോഗത്തില്. അഷ്ടാംഗയോഗത്തിന്റെ ആ ധാരണകളെല്ലാം യോഗവാസിഷ്ടം ഭംഗ്യന്തരേണ നിബന്ധിച്ചിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. കാരണം 1/4 മണിക്കൂർ കൂടുതലായി എന്ന് തോന്നുന്നു. സമയം എന്തായി? എത്ര മണി വരെയാണ് പറഞ്ഞിരിക്കും? 10 വരെ എന്നാ പറഞ്ഞിരിക്കും. ഓ ശരി, ഞാൻ ഓർത്തു. കാരണം എന്താ വെച്ചാൽ 9:30 വരെയാണ്. 8 മുതൽ 9:30 വരെ എന്നാണ് എന്നോട് വിളിച്ചു പറഞ്ഞ ആൾ പറഞ്ഞതെന്ന് ഓർത്തു. 10 വരെയാണ്. ഓ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് നീളാം. അപ്പോ യോഗവാസിഷ്ടത്തില് ഈ ചിന്ത ഏറ്റവും പ്രബലമായി വരുന്നത് മനസ്സിനെ സംബന്ധിച്ചാണ്. അതിന് 3 അംശങ്ങൾ. 1 പ്രാണ സംരോധം, 2 ആത്മജ്ഞാനം, 3 മനോനിഗ്രഹം. അതിൽ 3ാമത്തത് ഒരംശം എന്ന നിലയിൽ മാത്രമേ ഉള്ളൂ. അതിൽ പ്രാണസംരോധവും ആത്മജ്ഞാനവുമാണ് ഇതിലെ പ്രധാന ചർച്ചാ വിഷയം. ഇതില് രാമനാണ് അതിന്റെ അധികാരി. രാമനിലൂടെ നമ്മളെല്ലാം അധികാരികളാണ്. ഇത് പഠിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഇത് പഠിക്കാൻ പോകുമ്പോൾ ഇന്ന് യോഗവാസിഷ്ടം പഠിപ്പിക്കാവുന്ന നിലയല്ല. എന്തെന്നാൽ സാധകനായ രാമനെയല്ല നമ്മൾ ഇന്ന് മനസ്സിൽ സൂക്ഷിക്കുന്നത്. ഭാരതീയർ ഇന്ന് മനസ്സിൽ സൂക്ഷിക്കുന്ന രാമൻ വാൽമീകി കണ്ട രാമനിൽ നിന്നെല്ലാം ബഹുദൂരെയാണ്. ആ നിലയ്ക്ക് ഇത് പഠിക്കാൻ പോകുമ്പോൾ ആദ്യം തന്നെ ഇത് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ പാരമ്പര്യം നമുക്കുണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമ്മളുടെ ആരാധനയില് ക്ഷേത്രങ്ങളിലും മറ്റും രാമനെ തന്നെ നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരിക്കലും രാമനാവാൻ പറ്റില്ല, രാമനെ ആരാധിക്കുവാൻ മാത്രമേ പറ്റുകയുള്ളൂ എന്ന് തീരുമാനമെടുത്ത മനസ്സുകളാണ് ഇത് പഠിക്കാൻ വരുന്നത്. ആ നിലയിൽ എന്നോട് എന്തുകൊണ്ടാണ് യോഗവാസിഷ്ടം മതി ഇവിടെ എന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. യോഗവാസിഷ്ടം എന്ന് പലരും എന്നെ വിളിച്ച് പറയുകയും സ്വാമിജി തന്നെ അത് മതിയെന്ന് സമ്മതിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാനിത് എടുക്കാമെന്ന് വെച്ചത്. അതിന്റെ ഒരു പരിമിതി, നിങ്ങളുടെ ഒക്കെ മനസ്സുകളിലിരിക്കുന്ന രാമൻ യോഗവാസിഷ്ടത്തിലെ രാമനല്ല. യോഗവാസിഷ്ടത്തിലെ രാമനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ നിങ്ങൾ ഇന്ന് ആരാധിക്കുന്ന ദശരഥപുത്രനായ ഈശ്വരാവതാരമായ പൂർണ്ണനായ ഭാരതീയന്റെ ഏറ്റവും വലിയ ആത്മപ്രതീകമായ ശിവൻ പോലും പൂജിച്ചിട്ടുള്ള ആ രാമനെ അല്ല ഇതിലെ രാമൻ എന്നങ്ങ് വിചാരിച്ചാൽ മതി. എന്നാ പിന്നെ പഠിക്കാൻ എളുപ്പമാണ്. മറിച്ച് ആ രാമനാണിത് എന്ന് വിചാരിച്ചുകൊണ്ട് ഇത് പഠിക്കാനിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് പഠിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ആരാധിക്കാൻ മാത്രമേ പറ്റൂ. മാത്രമല്ല നമുക്ക് സഹിക്കാനും പറ്റില്ല. വാൽമീകി തന്നെ ഇറങ്ങി വന്ന് പറയുകയാണ്, രാമൻ ഇങ്ങനൊരു മാനസികാവസ്ഥയുണ്ടായിരുന്നു, രാമൻ ഒരു ഉന്മാദത്തിന്റെ വക്കോളം എത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ കൈ നിവർത്ത് ഇന്ന് നമ്മൾ വാൽമീകി മഹർഷിയുടെ കരണക്കുറ്റിക്കാണെങ്കിലും 2 വീക്ക് അവിടെ പിന്നെ പഠിത്തവും തീരും.
വാൽമീകി അപ്പൊ പറയാ, എടാ ഞാനാ ഇവനെ കണ്ടതും ഇവനെ പഠിപ്പിക്കാൻ വസിഷ്ഠനെ നിയോഗിച്ചതെന്ന് പറഞ്ഞാൽ കൊടാന്ന് പറയും നമ്മുടെ. ആ പരുവത്തിൽ നമ്മളുടെ ആരാധന എത്തിയിട്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ ഇതാരും പഠിപ്പിക്കാറില്ല, ആരും പഠിക്കാറുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് പഠിപ്പിക്കുമ്പോൾ വല്ല ബുദ്ധിമുട്ടും വന്നാൽ ഇനി ഈ ക്ലാസ് തീർന്നില്ലല്ലോ എന്നുള്ള ദുഃഖം എനിക്ക് വേണ്ടാന്ന് വെച്ച് എല്ലാ പ്രകരണവും ഞാൻ ഓടിച്ച് പറഞ്ഞു തീർന്നു. നാളെ നിങ്ങൾ 3-4 ക്ലാസ് കഴിയുമ്പോഴേക്ക് ഈ ശ്ലോകങ്ങളും അതിന്റെ അന്വയവും അർത്ഥമൊക്കെ വരുമ്പോൾ, രാമന്റെ ചോദ്യങ്ങളും വസിഷ്ഠന്റെ മറുപടികളും ഒക്കെ വരുമ്പോൾ രാമൻ ഇങ്ങനെ ചോദിക്കുമോ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പിന്നൊരു വൈകല്യം വരണ്ടെന്ന് വെച്ചിട്ടാണ് രാമന്റെ പേരൊന്നും പറയാതെ യോഗവാസിഷ്ഠത്തിന്റെ പ്രകരണങ്ങൾ അത്രയും ഞാൻ പറഞ്ഞു തീർത്തത്. സാക്ഷാൽ ശ്രീരാമചന്ദ്രനാണ് ഇതിലെ കഥാപാത്രം എന്ന് വിചാരിച്ചുകൊണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നാം ആരാധിക്കുന്ന രാമനെ വേറെയും വാസിഷ്ഠത്തിലെ രാമനെ വേറെയുമായി കാണുക. അപ്പൊ നമുക്ക് എളുപ്പമാവും. യോഗവാസിഷ്ഠത്തിലും ഒരു രാമൻ തന്നെയാണ് കഥയിൽ ആദ്യം വരുന്നത്. വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുപോകുവാൻ അയോധ്യയിലെത്തുകയാണ് യാഗരക്ഷയ്ക്ക് വേണ്ടി. അപ്പോ ദശരഥൻ അതീവ ദുഃഖിതനായി തീരുകയാണ്. ഈ സമയത്ത് രാമനിലുണ്ടാകുന്ന ഒരു വിഭൂതിയാണ് പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ടു പോകാനുള്ള ഒരു വിരാഗത. അവിടെ വസിഷ്ഠൻ രാമനെ ഇരുത്തി, രാമൻ വസിഷ്ഠന്റെ പാദാന്തികത്തിലിരുന്ന് ഈ 6 പ്രകരണങ്ങളിലൂടെ 32,000 കാരികകളിലൂടെ 32,000 ശ്ലോകമുണ്ട്. മലയാളത്തിൽ ആരെങ്കിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല. മലയാളത്തിൽ ഈ പുസ്തകം ഇനിയും ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ലെന്നാ എന്റെ വിശ്വാസം. ഇതിന്റെ തർജ്ജമയുണ്ട് വരവൂർ ശ്യാമുമേനോന്റെ കിളിപ്പാട്ടായിട്ട്. ജ്ഞാനവാസിഷ്ഠം എന്ന് പറഞ്ഞു. ജ്ഞാനവാസിഷ്ഠം എന്നതും ശരിയാണ്, കാരണം ആത്മജ്ഞാനമാണ് ഇതിലെ വിഷയം. ആ നിലയ്ക്ക് ജ്ഞാനവാസിഷ്ഠം എന്നും പറയാം. വരവൂർ ശ്യാമുമേനോൻ നല്ല, അതായത് കിളിപ്പാട്ട് വൃത്തത്തിൽ പൈങ്കിളിക്കണ്ണി എന്നു പേരായ വൃത്തത്തില് ഭംഗിയായിട്ട് വൈരാഗ്യോൽപത്തി പ്രകരണം, വൈരാഗ്യപ്രകരണം, വൈരാഗ്യോൽപത്തി പ്രതിപാദനം, ജഗദ്ദോഷ പ്രകാശം, ശ്രീശുക വൃത്താന്തം, പൗരുഷ വിവരണം, മോക്ഷ പ്രകരണം, ഉൽപ്പത്തി പ്രകരണം, സ്ഥിതി പ്രകരണം, ഉപശമ പ്രകരണം, നിർവ്വാണ പ്രകരണം. അങ്ങനെ ഇത് കിളിപ്പാട്ടായിട്ട് തർജ്ജമ ചെയ്തിട്ടുണ്ട്. പിന്നെ കൊടുങ്ങല്ലൂർ നിന്നുള്ളൊരു പി.കെ. ബ്രദേഴ്സ് ഗദ്യരൂപത്തില് ലഘു യോഗവാസിഷ്ഠം എന്ന് പറഞ്ഞ് ഗദ്യത്തിലൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. KVM ആണെന്ന് തോന്നുന്നത് എഴുതിയിട്ടുള്ളത്. കെ വാസുദേവൻ മൂസർ. പിന്നെ മലയാളത്തിൽ അങ്ങനെ കുറെ പുസ്തകങ്ങളെ കണ്ടിട്ടുള്ളൂ. സംസ്കൃതത്തിൽ ഇന്ന് ഒരു വോളിയം കണ്ടു. അത് ഡോക്ടർ N. ഗോപാലപ്പണിക്കർ തിരുവനന്തപുരത്തുനിന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അത് മുഴുവൻ ഇല്ലെന്നാണ് കേട്ടത്. 2 വോളിയമേ ഇറങ്ങിയിട്ടുള്ളൂ. എല്ലാം കൂടി 2000 ശ്ലോകത്തിൽ കൂടുതൽ കാണുകയില്ല. ഇത് 32,000 ശ്ലോകമുണ്ട്. ബൃഹത്താണ്. പുസ്തകം വേണ്ടവർ, ദേവനാഗരി അറിയുന്നവർ, അതായത് ഹിന്ദിയുടെ ലിപി അറിയുന്നവർക്ക് ചൌക്കമ്പ സംസ്കൃത് സീരീസിൽ നിന്ന് പുസ്തകം കിട്ടും. ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയുന്നവർക്ക് മോട്ടിലാൽ ബനാർസിദാസിൽ നിന്ന് പുസ്തകം കിട്ടും. മോട്ടിലാൽ ബനാർസിദാസ് ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്തു. മോട്ടിലാൽ ബനാർസിദാസ് ചൌക്ക് വാരാണസി 1. ഹിന്ദി ലിപിയില് ചൌക്കമ്പ സംസ്കൃത് സീരീസ് ചൌക്ക് വാരാണസി 1 എഴുതിയാൽ പുസ്തകം കിട്ടും. ടെക്സ്റ്റ് വേണ്ടവർക്ക്. മറ്റത് ഉള്ള മലയാളം ടെക്സ്റ്റൊക്കെ വെക്കുക. നമ്മൾ ശ്ലോകം, അന്വയം, അർത്ഥം ഈ രീതിയിൽ മൂലം പഠിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത്. അത് തന്നെ ആയിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നത്, അല്ലേ? അതോ കിളിപ്പാട്ട് മതിയാവുമോ? കിളിപ്പാട്ട് വേണ്ട. അപ്പൊ മൂലമാണെങ്കിൽ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയായിരിക്കും ക്ലാസ് എടുക്കുന്നത്. അപ്പോ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ആളുകൾ പഠിച്ചോട്ടെ എന്ന് താല്പര്യമുള്ളവരാരെങ്കിലും വ്യക്തിപരമായുണ്ടെങ്കിൽ ഒരു 10-20 ശ്ലോകം ഓരോ തവണയും സൈക്കിളോ സ്റ്റൈൽ ചെയ്ത് കൊണ്ടുവന്ന് ആളുകൾക്കെല്ലാം കൊടുത്താൽ ശ്ലോകവും അന്വയ അർത്ഥവും നോക്കിപ്പോവുകയും ചെയ്യാം.
അന്വയാർത്ഥമൊക്കെ അടി പിന്നെ എഴുതിയാൽ മതി, ശ്ലോകം നോക്കി പോകാം. പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ എത്ര കാലം വേണ്ടിയിരുമെന്ന് എനിക്കറിയില്ല. എന്റെ ക്ലാസ്സും കൂടെ ആയത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തീരുമോന്നും എനിക്ക് നിശ്ചയില്ല. പക്ഷെ എങ്കിലും സമം ഒരു സുഖമാണ് എന്നുള്ളതിന്റെ പേരിൽ എടുക്കാൻ തയ്യാറാണ്. അത്രയാണ് പറഞ്ഞുതരാവുന്നത്. കാരണം ഈ 32,000 ശ്ലോകം ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഒന്നും തീരില്ല. നമ്മൾ മാസത്തിലൊരു ക്ലാസ്സേ പറ്റുകയുമുള്ളൂ. ആ നിലയ്ക്ക് ചെറിയ പുസ്തകങ്ങൾ ഏതെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തീർന്നേനെ. യോഗവാസിഷ്ടമായ നിലയ്ക്ക് തീരുവൊന്നുമില്ല. തീരാതിരിക്കുന്നത് നല്ലതാണ്. കാരണം വെച്ചാൽ തീർന്നു കഴിഞ്ഞാൽ പഠിച്ചു എന്ന ബോധം വരുമല്ലോ. അതുകൊണ്ട് പഠിച്ചു എന്ന ബോധം വരാതിരിക്കാൻ തീരാത്ത പുസ്തകം തന്നെയാണ് നല്ലത്. പല പുസ്തകങ്ങളും പെട്ടെന്ന് തീരുമ്പോൾ ഞാൻ പഠിച്ചു എന്ന തോന്നല് പഠിതാക്കൾക്കും സ്വാമിയാർ പഠിപ്പിച്ചു എന്ന തോന്നല് സ്വാമിക്കും ഉണ്ടാവുമ്പോൾ 2 അഹന്തയുടെ ജീവനുള്ളതായി തീരും. ഒന്നും പഠിക്കുന്നില്ല എന്നുള്ള വസ്തുത വേറെയും, ഒന്നും പഠിപ്പിക്കുന്നില്ല എന്ന വസ്തുത മറ്റൊന്നും. ഒന്നും പഠിപ്പിച്ചില്ലെങ്കിലും ഞാൻ അവരെയൊക്കെ ഗീത പഠിപ്പിച്ചതാണ്, ഞാൻ അവരെയൊക്കെ രാമായണം പഠിപ്പിച്ചതാണ്. തീർന്നു കഴിഞ്ഞാൽ പിന്നെ സ്വാമിയാർ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ അടുക്ക പിരിവിനും വന്നേക്കാം. ഇത് ഈ തീർന്നതിന്റെ പേരിൽ. കാരണം പഠിപ്പിച്ചു കഴിഞ്ഞവർ ശിഷ്യന്മാരാണ്. പഠിപ്പിച്ച് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഏർപ്പാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ നിലയിൽ ആ ഏർപ്പാടില്ലാതിരിക്കാൻ അത് എന്നെ സഹായിക്കും. 2, പഠിച്ചു എന്ന അഹന്തയിൽ ഞാൻ ഇന്നിടത്തുനിന്ന് യോഗവാസിഷ്ടമൊക്കെ പഠിച്ച തലയുയർത്തി പറയാതിരിക്കാൻ. മാത്രമല്ല ഇത് ഭാഗികമായി പഠിച്ചുള്ളൂ എന്നുള്ള തോന്നൽ പിന്നെയും പഠിക്കാനുള്ളൊരു ഊർജത്തിന് കാരണവുമായി തീരാം. അതുകൊണ്ട് പുസ്തകം ബൃഹത്തായത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശ്ലോകത്തിലേക്ക്, അതിന്റെ മംഗളശ്ലോകം, മംഗളാചരണം, പിന്നെ തുടർന്നുള്ള ശ്ലോകങ്ങൾ നോക്കിപ്പോവാം. പറ്റിയാൽ അതിന്റെ ആദ്യത്തെ കുറെ ശ്ലോകങ്ങൾ സൈക്ലോ സ്റ്റൈൽ ചെയ്ത് ആരെങ്കിലും, ആശ്രമമല്ല, കാരണം ആശ്രമത്തിൽ വന്നിരുന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ അതൊക്കെ നിങ്ങളൊക്കെ തന്നെ ചെയ്താണ് എളുപ്പം. ആശ്രമത്തിന് നല്ലതാണ്, ധന്യതയാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും സൈക്ലോ സ്റ്റൈൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് കൊടുത്താൽ നോക്കിക്കൊണ്ടിരിക്കാം. അല്ലെങ്കിൽ ശ്ലോകം നോക്കാതെ അന്വയിക്കുമ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പൂപ്പനായി, ബന്ധുവായി, മറ്റുള്ളവരായി പരിണമിക്കുന്നു എന്ന് കാണാം. ഈ ലോകത്തിലുള്ള മുഴുവൻ ആഗമന പ്രത്യാഗമനങ്ങളും ഈ ബോധത്തിന്റെ പരിലാളനയിലാണ്. ആ ഏതൊരു ബോധമാണോ സത്യമായിരിക്കുന്നത്, ഏതൊരു ബോധത്തിന്റെ നിഴലിലാണോ എല്ലാ പ്രപഞ്ച വസ്തുക്കളും ഉണ്ടാവുകയും നിലനിൽക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നത്, ആ വസ്തുവിനെയാണ് ഭാരതീയ ചിന്തകന്മാർ ഈശ്വരൻ, വിഭു, സത്യാത്മൻ, ധർമാത്മൻ എന്നെല്ലാം പേര് നൽകിയത്. ഭാരതീയ സാഹിത്യത്തിൽ, ഭാരതീയ ചിന്തയിൽ, ഭാരതീയ ദർശനത്തിൽ എവിടെയെല്ലാം എപ്പോഴെല്ലാം സത്യശബ്ദം വരുന്നുവോ അത് കാലത്രയേ വിതിഷ്ഠതി ഇത് സത് എന്നർത്ഥം വരുന്ന ഈ സത്യം മാത്രമാണ്. എവിടെയെല്ലാം ഭാരതീയ ചിന്തയിൽ ഈശ്വരൻ എന്ന് ശബ്ദം വരുന്നുവോ ആ ശബ്ദത്തിന് മുഴുവനും അർത്ഥം ഇത് മാത്രമാണ്. അപ്പൊ ഏതൊരു ബോധത്തിലാണോ വ്യഷ്ടിയും സമഷ്ടിയും, ഏത് പ്രപഞ്ചാത്മാവിലാണോ ഞാൻ വിലയം പ്രാപിച്ചു നിൽക്കുന്നത്, ഏതൊരു പ്രപഞ്ച ഭൂതങ്ങളാണോ എന്നിൽ വിലയം പ്രാപിച്ചു നിൽക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും സർവഭൂതവും ഏതൊന്നിൽ ലയിച്ചു നിൽക്കുന്നുവോ, സർവഭൂതങ്ങളിലും ഏതൊന്ന് നിലനിൽക്കുന്നുവോ ആ ഏകവും അദ്വയവുമായ വസ്തുവാണ് സത്യം, അഥവാ സത് പരമാത്മാവ്. അത് സർവവ്യാപിയാണ്, സർവജ്ഞമാണ്, സർവശക്തമാണ്. സ്വാഭാവിക ജ്ഞാനത്തിൽ ഞാനതിനെ പരിമിതമാക്കുന്നു, നിരുപാധിക ജ്ഞാനത്തിൽ ഞാനതിനെ സർവാംഗീണമാക്കുന്നു. ഇത് രണ്ടും എന്റെ ബോധപരിക്ലിപ്തിയുടെ ഭാഗം മാത്രമാണ്. സ്വാഭാവികമായ എന്റെ അറിവിന്റെ തലങ്ങളിൽ ആ ചൈതന്യം വസ്തുവിലാകുന്നു. ഞാൻ ഒരു വസ്തുവിനെ പൂജിക്കുമ്പോൾ ആ പൂജിക്കുന്ന വസ്തുവിൽ ആ ജ്ഞാനത്തെ ഞാൻ ഉൾപ്പെടുത്തി സ്വാഭാവികതയിൽ അത് ഈശ്വരനെന്ന് ഞാൻ വിവക്ഷിക്കുന്നു. നിരുപാധികതയിൽ അതും ഞാനും ഏകമാകുന്നു. ഇപ്പൊ സ്വാഭാവിക ജ്ഞാനവും നിരുപാധിക ജ്ഞാനവും ആയി പിരിഞ്ഞു നിൽക്കുന്ന ഈ പ്രാപഞ്ചിക ബോധങ്ങളിൽ എപ്പോൾ
ആ നിരുപാധിക നിശ്ചല സത്യത്തെ കാണാൻ കഴിയുന്നു. അവിടെ കലയും സാഹിത്യവും ശാസ്ത്രവും എല്ലാം സാമഞ്ജസ്യത്തോടെ നിലനിൽക്കുന്നു. ഭാരതീയ ചിന്തയുടെ ഈ സാമഞ്ജസ്യമാണ് എല്ലാ ശാസ്ത്രകാരന്മാരും എല്ലാ സാഹിത്യകാരന്മാരും എല്ലാ ദാർശനികന്മാരും ആദ്യം ആ ബോധത്തിന്റെ പരിലാളനകൾ ഉണ്ടെങ്കിൽ മാത്രമേ ക്ലിപ്തതയോടുകൂടി നമുക്കൊരു ലക്ഷ്യത്തിലെത്താൻ പറ്റൂ. അതിന്റെ അബോധമെന്നോ ബോധമെന്നോ വിളിക്കാൻ പാടില്ലാത്ത, അബോധമെന്നോ ബോധമെന്നോ തിരിച്ചറിയാൻ പാടില്ലാത്ത, ഒരുമിച്ച് രണ്ടും പറയണം. ഒന്ന് മാറ്റി വെച്ചിട്ട് പറയാൻ പറ്റില്ല. ഒരു സമയത്ത് ബോധമെന്ന് വിളിക്കാവുന്ന, ഒരു സമയത്ത് അബോധമെന്ന് വിളിക്കാവുന്ന, ബോധമെന്നോ അബോധമെന്നോ അറിയാൻ പാടില്ലാത്ത ആ ചിരന്തനമായ സത്യത്തിന്റെ പരിലാളനയിലല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു ചലനം പോലും നടക്കുന്നില്ലെന്ന് വ്യക്തമായി അറിഞ്ഞ മനീഷിയർ, ഓരോ നിമിഷവും ആ അബോധത്തിന്റെ പരിലാളനയെ അംഗീകരിച്ചവർ, അതിനായി വിനയപൂർവ്വം നീങ്ങിയവർ, എന്തും ആ ബോധ പരിക്ലിപ്തിയുടെ സീമയ്ക്കുള്ളിൽ മാത്രമാണ് നടക്കുന്നതെന്ന് അനുഭവം കൊണ്ടറിഞ്ഞവർ, സൗധ സത്യങ്ങളെ കണ്ടെത്തിയവർ. അപ്പൊ ശ്രുതി കൊണ്ടും അനുഭവം കൊണ്ടും, ശ്രുതിയും അനുഭവവും തന്ന നിലയിൽ അതിന് യുക്തികളെ സ്വീകരിച്ചവർ, മീമാംസ്യമായി ദർശിച്ചവർ എന്നർത്ഥം. ആ തലത്തിലാണ് എല്ലാ ഗ്രന്ഥവും ഭാരതീയ ചിന്തയിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതും ആരംഭിക്കുന്നത് ആ സ്തുതിയോടുകൂടിയാണ്. തന്നെ ഈ ഗ്രന്ഥത്തിന്റെ പരിസമാപ്തി വരെ നിർവിഘ്നം തുടരാൻ അനുവദിക്കുന്നതിന് വേണ്ടി താൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങളെ പ്രകടമാക്കുമ്പോൾ തനിക്ക് തന്നെ അത് മനസ്സിലാകാതെ വരാതിരിക്കുന്നതിന് വേണ്ടി. പലപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ആശയങ്ങൾ ആരോടെങ്കിലുമൊക്കെ ചർച്ച ചെയ്യുകയാണെങ്കിൽ കുറെ ദൂരം പോയി കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകാതെ വരും. അതാണ് ഈ ജീവിതത്തിന്റെ പ്രഹേളിക. ഇതിന് കാരണം നാം ആ ചിച്ചക്തി വിലാസത്തെ അംഗീകരിക്കാതെ ദൃശ്യത്തിന് പിന്നാലെ പോകുന്നതുകൊണ്ടാണ്. അപ്പൊ ഈ ദൃശ്യപ്രപഞ്ചത്തിന് പിന്നാലെ പോകുമ്പോൾ ആദ്യം സൂക്ഷിക്കേണ്ടത് ഈ ദൃശ്യപ്രപഞ്ചം മുഴുവൻ ഏതൊരു ആദിമ മഹാഭൂതത്തിൽ നിന്നാണ് സഞ്ചയിച്ചുണ്ടാകുന്നത്, അതിനെ നിലനിർത്തിക്കൊണ്ടേ പോകാവൂ. അത് കൂടെ ഉണ്ടാവണം. പലപ്പോഴും നമ്മൾ നമ്മളുടെ അഹങ്കാരം കൊണ്ട്, കഴിവിനെ പറ്റിയുള്ള അമിതമായ വിശ്വാസം കൊണ്ട് ഒക്കെ ഈ ബോധസത്തയെ നിരാകരിച്ചിട്ട് മുന്നേറും. അവിടെയെല്ലാം കുറെ ദൂരം ചെന്നു കഴിയുമ്പോഴെങ്കിലും നമുക്ക് നമ്മളെ തന്നെ പരതേണ്ടി വരും. ഇത് ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാ രംഗത്തും, കർമ്മരംഗം മുഴുവൻ നിർവിഘ്നം ഒരു കർമ്മം അയാൾ ആദ്യമുണ്ടാക്കിയ നിശ്ചലതയിൽ നിന്ന് വന്ന സങ്കല്പമനുസരിച്ച് കൊണ്ടേ അവസാനിപ്പിക്കുവാനും സ്വച്ഛന്തമായിരിക്കാനും വളരെ വിഷമമാണ്. കർമ്മത്തിൽ എത്ര പ്രാവീണ്യം നേടിയാലും, എത്ര ഉത്സുകനായാലും, കർമ്മത്തിന്റെ ദൃശ്യപ്രപഞ്ചത്തെ അനുമിച്ചും അനുനയിപ്പിച്ചും ഉണ്ടാക്കിയ ഐതിഹാസികത എത്ര വലുതായിരുന്നാലും, കർമ്മത്തിന്റെ സ്വരൂപവും കർമ്മത്തിന്റെ ഫലവും കർമ്മത്തിന്റെ ഹേതുവും ഒക്കെ ആധുനികമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തതയോടുകൂടി തന്നെ കണ്ട് വളരെ അടുക്കോടും വളരെ ശ്രദ്ധയോടും കൂടി ധിഷണ വേണ്ട വിധം പ്രയോഗിച്ച് കർമ്മം ചെയ്താലും ഏതോ തനിക്ക് അജ്ഞേയമായ ഒന്നിനാൽ അതിൽ വിഘ്നം വന്നുപോവുക സ്വാഭാവികമാണെന്ന് പൂർവന്മാർ. ഇതൊരു ഹൈപ്പോത്തസിസായി മാത്രം ഇപ്പൊ എടുത്താൽ മതി, സത്യമാണെന്ന് കയറി അങ്ങ് അടിക്കണ്ട. ഇത് പ്രാചീനരുടെ ഒരു വിശ്വാസം. ഇനി ആ വിശ്വാസത്തെ
സത്യമെന്നോ അസത്യമെന്നോ എടുക്കാതെ അവിടെ വെച്ച് സ്വാനുഭവം ചിന്തിക്കുക. എത്രയായിരം കർമ്മങ്ങൾ ഞാനിപ്പോ ചെയ്തിട്ടുണ്ട്, അതിലെത്ര എണ്ണം ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഓർക്കുന്ന കർമ്മങ്ങളിൽ എത്ര എണ്ണം എന്റെ ദിഷണ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടും വിഘ്നമില്ലാതെ അതിന്റെ അവസാനം വരെ ഒരു ഏറ്റുമുട്ടലും പോറലുമില്ലാതെ എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചോദ്യം മനസ്സിലായോ എന്നറിയില്ല. ഇതാണ് ശാസ്ത്രീയമായ പഠനം, ഇതാണ് അന്വേഷണം. ആദ്യം കർമ്മം എടുക്കുക. കർമ്മം വാചികം, കായികം, മാനസികം. ഏറ്റവും സൂക്ഷ്മമായതെന്റെ മാനസിക കർമ്മങ്ങൾ. ഞാൻ ജനിച്ച് അന്നു മുതൽ ചെയ്തു കൂട്ടിയ മാനസിക കർമ്മങ്ങൾ സൂക്ഷ്മാൽ സൂക്ഷ്മതരങ്ങളാണ്. ആരോടും പറയാതെ, ഒരു മനുഷ്യനും അറിയാതെ ഈ ബാഹ്യമായ കർമ്മലോകങ്ങളിലെല്ലാം ഞാൻ കിടന്ന് തിരിയുകയും മറിയുകയും കർമ്മം ചെയ്യുകയും ചെയ്യുമ്പോൾ ലോകരുടെ എല്ലാം മുമ്പിൽ എല്ലാ കർമ്മങ്ങളും ഞാൻ അനുനിമിഷം ചെയ്തുകൊണ്ട് നീങ്ങുമ്പോൾ ഒരാളോട് പോലും വാക്കുകൊണ്ട് പറയാതെ, ഒരാളെപ്പോലും കർമ്മ രംഗം കൊണ്ട് മനസ്സിലാക്കി കൊടുക്കാതെ എന്റെ കർമ്മങ്ങളുടെ എല്ലാം പിന്നിൽ ഒരു സൂക്ഷ്മാംശമായി നിലനിന്നുകൊണ്ട് ഈ കർമ്മത്തിന്റെ ഫലങ്ങളെ ഞാൻ ഇന്ന പോലാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മറ്റൊരുത്തന് മനസ്സിലാക്കി കൊടുക്കാതെ എന്നിൽ മാത്രം നിലനിന്ന് കർമ്മങ്ങളെ കൊണ്ടുപോയ ഒരു സൂക്ഷ്മജീവി എന്നിലുണ്ട്. ഉണ്ടോ? ഉണ്ടോ? തിരിച്ചറിയാമോ? കാണാമോ അയാളെ? കാണാം. ഇനി അയാളോട് ചോദിക്കുക, എത്രയായിരം സൂക്ഷ്മ കർമ്മങ്ങൾ. മറ്റൊരാളോട് പറയരുത്, പറഞ്ഞാൽ ഉത്തരം നേരെ വിപരീതമാകാം. സ്വയം എത്രയായിരം കർമ്മങ്ങൾ എന്റെ അച്ഛനെ, എന്റെ അമ്മയെ, എന്റെ സഹോദരനെ, എന്റെ അപ്പൂപ്പനെ, എന്റെ ഗുരുവിനെ, എന്റെ ശിഷ്യനെ, എന്റെ പരിചയക്കാരനെ, എന്റെ സുഹൃത്തിനെയൊക്കെ ഞാൻ അനുമിക്കുന്ന തലങ്ങളിലൂടെ കൊണ്ടുപോകുമെന്നും അവിടെ എത്തിക്കുമെന്നും ഒക്കെ സങ്കല്പിച്ച് സൂക്ഷ്മമായി വിചാരിച്ചുകൊണ്ട് ബാഹ്യമായ കർമ്മങ്ങൾ അതിനൊന്നും അല്ലാത്ത വിധത്തിൽ ചെയ്ത് കടന്നുപോയ നിമിഷങ്ങളിൽ എല്ലാ കാര്യവും ഭംഗിയായി ചെയ്ത് ഒരു തെറ്റും ചെയ്യാതെ എല്ലാത്തിനും വേണ്ടി സ്വന്തം പ്രയത്നം, സ്വന്തം ധനം, സ്വന്തം ശരീരം, സ്വന്തം ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം അങ്ങേയറ്റം ചെലവഴിച്ചു എനിക്ക് പ്രിയവും എനിക്ക് വേണ്ടപ്പെട്ടതുമായ പലതിനെയും നിരാകരിച്ച് ഈ സങ്കല്പനത്തെ കൊണ്ടുപോകുവാൻ തയ്യാറായി അതിന്റെ ഇടവഴിയിൽ വെച്ച് സർവവും തകർത്ത് കളഞ്ഞതും തകർക്കരുത് എന്ന് തീരുമാനിച്ചതും ഒരുപോലെ തകർന്നു നിൽക്കുന്ന അനുഭവം എന്റെ സൂക്ഷ്മ കർമ്മത്തിൽ വരുമ്പോൾ എന്റെ സാമർഥ്യത്തെക്കാൾ, എന്റെ പൂർവാനുഭവങ്ങളെയും അറിവിനെയും കാൾ, എന്റെ പരിചയങ്ങളെക്കാൾ, എനിക്ക് ലഭിച്ച ബാഹ്യമായ ചോദനകളെക്കാൾ എല്ലാം ശക്തവും എന്നെയും എന്റെ കർമ്മത്തെയും എന്നല്ല ഈ പ്രപഞ്ചത്തെ ആകെയും അമ്മാനമാടിക്കളിക്കുന്ന ഒരബോധം എന്നിലോ എനിക്ക് വെളിയിലോ ഉണ്ട്. അതിന്റെ പരിലാളനകളില്ലാതെ ഒരണുപോലും ചലിക്കില്ലെന്ന്, അതിന്റെ പരിലാളനകളില്ലാതെ ഈ പ്രപഞ്ചത്തിലെ നിശ്ചലത സാധ്യമല്ലെന്ന്, അതിന്റെ പരിലാളനയില്ലാതെ ഈ പ്രപഞ്ചമില്ലെന്ന് തോന്നുന്ന ഒരു നിമിഷം സംജാതമായെങ്കിൽ, സാക്ഷാൽ ശ്രീരാമചന്ദ്രന് ഈ നിമിഷം സംജാതമായപ്പോൾ സാക്ഷാൽ വസിഷ്ഠന്റെ പാദാന്തികത്തിൽ പോയി നമസ്കരിച്ച് ഞാൻ കൃപണനായിരിക്കുന്നു, കൃപണോ നസരാഘവ, കാർപ്പണ്യം കൊണ്ടുപഹത സ്വഭാവനായിരിക്കുന്നു, അർജുനൻ പറഞ്ഞ പോലെ കൃപണസ്തു കൃമൗ പുംസി മന്ദകുൽസിതയോ സ്തൃഷു. കുൽസിതത, മന്ദത, വ്യസനപ്രാപ്തത ഇതെല്ലാം എനിക്ക് വന്നിരിക്കുന്നു മേദിനി അമരകോശമൊക്കെ അനുസരിച്ച്. എന്നെ ഈ നിലയിൽ നിന്ന് രക്ഷിക്കണേ. ഇങ്ങനൊരവസ്ഥ മനുഷ്യാത്മാവിന് സംഭവിച്ചാൽ അതിന്റെ ആരംഭമായി. അവിടെ അതിൽ ഉത്തരവും ആദ്യം തന്നെ ഉണ്ട്. തന്റെ സ്വരൂപാവബോധത്തിലേക്ക് സ്വരൂപ വിസ്മൃതി വന്ന്
സൂക്ഷ്മമായ കർമ്മങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചവുമായി അനുമിച്ച് വ്യഥിതനായിത്തീർന്ന് സഞ്ചാലനം വന്ന് സ്വരൂപ അവസാദനം വന്ന് എന്നെ മറ്റു പലതുമാണെന്ന് ധരിച്ച് നീങ്ങിയ ഈ വിഷയപ്രപഞ്ചത്തിന്റെ പോക്കിൽ നിന്ന് പിന്തിരിഞ്ഞ് എന്നിലേക്ക് മടങ്ങി. ആ ബോധമാണിതെല്ലാം എന്നറിഞ്ഞ ആ ബോധത്തിൽ പൂർണ്ണമായും വിലയം പ്രാപിച്ച് ആ ബോധസത്തയെ വീണു വണങ്ങി അതുതന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിലനിൽക്കുന്നതെന്ന് അറിഞ്ഞ് എന്റെ കർമ്മങ്ങളെയും എന്റെ ജീവിതത്തെയും വിഘ്നമില്ലാതെ കൊണ്ടുപോകണമേ എന്ന് അതിനോട് പ്രാർത്ഥിച്ചു. വിനയപൂർവം മറ്റൊന്നുകൊണ്ടും എനിക്കിതിൽ നിന്ന് രക്ഷയില്ല എന്ന് ബോധ്യപ്പെട്ട് നിങ്ങൾ അഹൈതു ഈ ഭക്തി എന്ന്, ഏകാന്ത ഭക്തി എന്ന് ഒക്കെ പൂർവാചാര്യന്മാർ പറഞ്ഞ ഈ നിമിഷത്തിലാണ് ഭാരതീയ ആചാര്യന്മാർ അവരുടെ സർഗചേതനയെ ലോക ഉപകാരാർത്ഥം ഗ്രന്ഥങ്ങളായോ ആദർശങ്ങളായോ ദർശനങ്ങളായോ നമുക്ക് തന്നത്. തരുമ്പോ അത് നിർവിഘ്നം പോകണമെങ്കിൽ ആ ബോധത്തിന്റെ പരിലാളന വേണം. അതിന് പ്രാർത്ഥിക്കുന്നതാണ് ആദ്യത്തെ ശ്ലോകം. ദർശനം തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് നിർബന്ധമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് അവസാനിക്കണം, നന്നായി അവസാനിക്കണം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ പഠിക്കുന്നവർക്ക് ലഭിക്കണം. ഇതെല്ലാം വേണമെങ്കിൽ ആ ബോധം കൃത്യമായിരിക്കണം, തിരിച്ചായാൽ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ ചിന്തകളെ മുഴുവൻ, അപ്പൊ നമ്മളും അതിൽ പ്രവേശിക്കുമ്പോൾ ഈ ചിന്തയ്ക്ക് ഉണ്ടാവണം, എങ്കിലേ നമ്മളിലേക്കും അത് ഒഴുകുള്ളൂ. അതുകൊണ്ട് നമ്മളും അതിനോടൊപ്പം പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ മനസ്സോടുകൂടി ഏകമായിരിക്കുന്ന അവ്യയമായിരിക്കുന്ന ഈ ആശയത്തെ നമുക്ക് തരുന്ന വസിഷ്ഠന്റെ ദേവത ഏതോ ആ ദേവതയോട്, വസിഷ്ഠനോടല്ല, വസിഷ്ഠൻ ആ ദേവതയെ നമുക്ക് കാട്ടിത്തന്ന ഋഷി മാത്രമാണ്. ഭാരതീയ ചിന്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത ദേവതയെയാണ് അവർ പൂജിക്കുന്നത്, കാട്ടിത്തന്നയാളിനെയല്ല. ഇപ്പം മാറിയിട്ടുണ്ട്. അതാണ് ഭാരതീയ ചിന്തയുടെ അധപ്പതനം. കാരണം കാട്ടിത്തന്നയാളും കാണാൻ കഴിവ ദേവത കൊടുത്തുകൊണ്ടുണ്ടായതാണ്. അതവർ തുറന്ന് നമ്മോട് പറയും. അതൊക്കെ അവിടെ നിന്നുള്ളതാണ്. ശങ്കരനും ശങ്കരാദ്യന്മാരുമെല്ലാം നമുക്ക് പറഞ്ഞു തന്ന ചിന്ത, അവരേത് ദേവതയെ ഉപാസിച്ചുവോ ആ ദേവത തന്നെയാണ് പരമ്പരയുടെ ഉപാസനാമൂർത്തി. അങ്ങനെയാണ്. അപ്പൊ ആ ദേവതയെ തന്നെ ശരണം പ്രാപിച്ച് ആ ദേവതയിൽ നിന്ന് തന്നെ അനുഗ്രഹങ്ങൾ, ആ ദേവതയിലൂടെ തന്നെ പോകുന്നതിന് കൈപിടിച്ചു കൊണ്ടുപോയി. അവിടെയാണ് ശങ്കരൻ പറയുന്നത് ഗുരുവിനെ തന്നെ സൃഷ്ടിക്കുന്നു. കാരണം അങ്ങോട്ട് ഉപാസിക്കാനുള്ള കണ്ണ് അവന് കൊടുക്കുന്നു. ആ ദേവതയിൽ മനസ്സ് ദത്തമാക്കുക, തന്നെ മറക്കുക. അപ്പൊ അതുപോലെ വസിഷ്ഠനും നമുക്കൊരു കണ്ണ് തരികയാണ്. സത്യാത്മാവായ ആ ദേവതയെ അത് പ്രകടമായ നിമിഷം കഴിഞ്ഞ് ഭൗതിക ജീവസത്തയിലുള്ള തന്റെ ജീവിതത്തിൽ ആ ദേവതയെ കണ്ടാൽ ശങ്കയുണ്ടാവും, മീമാംസ്യമല്ലാത്ത ശങ്കകളുണ്ടാവും. കാരണം ദേവതാ സ്വരൂപം നിശ്ചലവും നിർനിമേഷവുമാണ്. ഇയാൾ ഉറങ്ങുന്നു, ഉണരുന്നു, ആഹാരം കഴിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഞാനും ഇയാളും തമ്മിൽ എന്താ വ്യത്യാസം? അയാൾ ദൈവമാണ് പോലും, ഞാൻ ദൈവമല്ല പോലും. ചിലപ്പോഴെങ്കിലും ഈ ശങ്ക ഉണ്ടാവും. ശരിയല്ലേ? അതുണ്ടാക്കിയാൽ പാപമാണ്. അതുകൊണ്ട് അന്നത്തെ ആചാര്യവര്യന്മാർ അവർ സ്വയം ആ പൂജാർഹമായ സ്ഥാനങ്ങളിൽ ഇരിക്കുകയല്ല, അവരുടെ ദേവതാ ലോകങ്ങളെ
നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത്. ഒരിക്കലും ശങ്ക വരാത്ത മാനുഷികങ്ങളായ കലകളൊന്നും നൽകാതെ കൊണ്ടുപോകാൻ സത്യാത്മാവായിരിക്കുന്ന അതിനെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. ഇതിന് മംഗളാചരണമെന്നോ സ്തുതിയെന്നോ ഒക്കെ ആചാര്യന്മാർ പറയുന്നു. ആ മംഗളാചരണത്തോടെ എല്ലാം അവർ തുടങ്ങുന്നു. ഏത് കർമ്മത്തിനു മുൻപും അവരാ മംഗളാചരണം ചെയ്യുന്നു. അതിന്റെ നിർവിഘ്നമായ മുന്നോട്ട് പോക്കിന്, അതിന്റെ ശാന്തിക്ക്, ചെയ്യുന്നവനിലും ചെയ്യുന്ന ലോകത്തിനും എല്ലാം ശാന്തി ലഭിക്കുന്നതിന് നമുക്ക് നോക്കാം.